അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 18ാമത്തെ പാഠം അദ്ദുറുസ് സാമിന അശറ സ്വാഹിബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് ചോദിച്ചു, നിങ്ങളിൽ ഇന്ന് നോമ്പനുഷ്ഠിച്ചതാരാണ്? ഒരു സ്വഹാബി എഴുന്നേറ്റു പറഞ്ഞു, ഞാൻ നോറ്റിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ഇന്ന് മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുത്തത്? അതേ സ്വഹാബി പറഞ്ഞു, ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇന്ന് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയത് ആരാണ്? ആ സ്വഹാബി പറഞ്ഞു, ഞാൻ നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദ്യം തുടർന്നു, ഇന്ന് രോഗിയെ സന്ദർശിച്ചത് ആരാണ്? അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, ഈ കാര്യങ്ങൾ മുഴുവനും ഒരാൾ ചെയ്താൽ അവന് സ്വർഗപ്രവേശം ഉറപ്പായി. ആ സ്വഹാബി ആരാണെന്ന് അറിയുമോ? 1-ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ 3-ാം വർഷം പരിശുദ്ധ മക്കയിൽ ജനിച്ചു. ഖുറൈശി ഗോത്രത്തിൽ ബനൂ തൈം വംശത്തിൽ അബൂ ഖുഹാഫയുടെയും ഉമ്മുൽ ഖൈറിൻ്റെയും മകനാണ് അദ്ദേഹം. അബ്ദുള്ള എന്നാണ് യഥാർത്ഥ നാമം. ചെറുപ്പം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായിരുന്നു അദ്ദേഹം. നുബുവത്ത് ലഭിച്ചപ്പോൾ ആദ്യം തന്നെ ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടെ നിന്നു. സാമ്പത്തികമായും ശാരീരികമായും സഹായിച്ചു. ഹിജറ യാത്രയിൽ സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏക കൂട്ടുകാരനായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം കഠിനമായപ്പോൾ ഇമാമത്ത് നിർത്തിയത് അദ്ദേഹത്തെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ പരിഭ്രാന്തരായ സ്വഹാബികളെ സമാധാനിപ്പിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗമായിരുന്നു. നിരവധി പ്രമുഖ സ്വഹാബികൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ 7 അടിമകളെ അദ്ദേഹം വിലക്കു വാങ്ങി മോചിപ്പിച്ച് പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ സിദ്ദീഖ് എന്ന പേര് ലഭിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലോക മുസ്ലിംകളുടെ മുഴുവൻ ഈമാൻ ത്രാസിൻ്റെ ഒരു തട്ടിലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ മറ്റേ തട്ടിലും വെച്ചാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനിൻ്റെ തൂക്കം കൂടുതലായിരിക്കും. തൻ്റെ സ്വത്ത് മുഴുവൻ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ച മഹാനാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ സമ്പത്ത് ഉപകരിച്ചതുപോലെ മറ്റൊരാളുടെ സമ്പത്തും എനിക്ക് ഉപകരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ മറമാടുന്നതിന് മുമ്പ് തന്നെ സ്വഹാബികൾ ബനൂ സായിദ ഗോത്രക്കാരുടെ പന്തലിൽ സമ്മേളിച്ച് ഏകകണ്ഠമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു മാതൃകാ ഭരണാധികാരിയായിരുന്നു. പിൽക്കാല ഖലീഫമാരുടെ എല്ലാ ഭരണ നേട്ടങ്ങൾക്കും അടിത്തറ പാകിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. 2 വർഷവും 3 മാസവും അദ്ദേഹം ഭരണം നടത്തി. ഹിജറ 13-ാം വർഷം 15 ദിവസം നീണ്ടുനിന്ന പനിയെ തുടർന്ന് ജുമാദൽ ആഖിറ 21-ന് അദ്ദേഹം വഫാത്തായി. അന്ന് അദ്ദേഹത്തിന് 63 വയസ്സായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തു തന്നെയാണ് അദ്ദേഹത്തെ മറവു ചെയ്തത്. പ്രധാന ഭരണ പ്രവർത്തനങ്ങൾ: റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുക്കിയ ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ അയച്ചു. നബിമാരാണെന്ന് വാദിച്ച് രംഗത്തു വന്ന തുലൈഹത്തുൽ അസദി, മുസൈലിമത്തുൽ കദ്ദാബ്, സജാഹി തുടങ്ങിയവർക്കെതിരെ പോരാടി വിജയം വരിച്ചു. ആഭ്യന്തര കലാപങ്ങൾക്ക് അറുതി വരുത്തി. റോമക്കാരുടെ അധീനതയിലായിരുന്ന യർമൂക്ക് ഇസ്ലാമിക ഭരണകൂടത്തിനു കീഴിലാക്കി. ഖുർആൻ മനഃപ്പാഠമാക്കിയവർ ധാരാളമായി ഷഹീദായപ്പോൾ
ഖുർആൻ ഒരു മുസഹഫിൽ ക്രോഡീകരിച്ച് സംരക്ഷിച്ചു. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ച് അമീറുമാരെ നിയമിച്ചു. അസ്സുദ്ദീഖു സബ്ബാഖും ബിൽ ഖൈർ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ നന്മയിലും മുൻകടന്നവരാണ്. ഇനി അതിൻ്റെ അർത്ഥങ്ങൾ കാണാം, അത് വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്കതിൻ്റെ വർക്ക് ബുക്ക് നോക്കാം. അദ്ദർസു സാമിന അശറ, 18ാമത്തെ പാഠം, സ്വാഹിബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി കാണാം നുജീബ്, ഉത്തരം എഴുതുക. 1. റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു അയച്ച സൈന്യത്തെ നയിച്ചത് ആരായിരുന്നു? ഉത്തരം ഉസാമ റളിയല്ലാഹു അൻഹു. 2. എപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഒരു മുസഹഫിൽ ക്രോഡീകരിച്ചത്? ഖുർആൻ മനഃപ്പാഠമാക്കിയവർ ധാരാളമായി ഷഹീദായപ്പോൾ ഖുർആൻ ഒരു മുസഹഫിൽ ക്രോഡീകരിച്ചു. 3. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തിനാണ് രാജ്യത്തെ സംസ്ഥാനങ്ങളായി വിഭജിച്ചത്? ഉത്തരം ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ചു. 4. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് സംസ്ഥാനങ്ങളുടെ നേതൃത്വം ആർക്കായിരുന്നു? അമീറുമാർ. 5. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണം എത്ര കാലം നീണ്ടുനിന്നു? ഉത്തരം 2 വർഷവും 3 മാസവും. 6. അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായത് എപ്പോൾ? ഹിജറ 13-ാം വർഷം ജുമാദൽ ആഖിറ 21-ന്. ഇനി 7. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണകാരണമെന്ത്? 15 ദിവസം നീണ്ടുനിന്ന പനിയെ തുടർന്ന്. ഇനി രണ്ടാമത്തെ വർക്ക് നംലഉൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. ഹിജറ പോകുമ്പോൾ ഡേഷ് ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു? സൗർ. 2. ഖലീഫമാരുടെ ഭരണ നേട്ടങ്ങൾക്ക് ഡേഷ് ആണ് അടിത്തറ പാകിയത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 3. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന എല്ലാ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചതിനാൽ ഡേഷ് എന്ന പേര് വിളിച്ചു? സിദ്ദീഖ്. 4. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് തുലൈഹത്തുൽ അസദി ഡേഷ് ആണെന്ന് വാദിച്ചു? നബിമാർ. 5. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഡേഷ് അടിമകളെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചു? 7. ഇനി 3. നുഇദ്ദുൽ ഫിഖറ, ഒരു ഗണ്ണിക എഴുതുക. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വങ്ങൾ. ഉത്തരം നമുക്ക് പാഠത്തിൽ നിന്ന് തന്നെ കാണാം. ചെറുപ്പം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായിരുന്നു അദ്ദേഹം. നബുവത്ത് ലഭിച്ചപ്പോൾ ആദ്യം തന്നെ ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടെ നിന്നു. സാമ്പത്തികമായും ശാരീരികമായും സഹായിച്ചു. ഹിജറ യാത്രയിൽ സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏക കൂട്ടുകാരനായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇനി അതിൽ രണ്ടാമത്തത് കാണാം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ നേട്ടങ്ങൾ. ഉത്തരം റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കിയ ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ അയച്ചു. നബിമാരാണെന്ന് വാദിച്ച് രംഗത്ത് വന്ന തുലൈഹത്തുൽ അസദി, മുസൈലിമത്തുൽ കദ്ദാബ്, സജാഹി തുടങ്ങിയവർക്കെതിരെ പോരാടി വിജയം വരിച്ചു. ആഭ്യന്തര കലാപങ്ങൾക്ക് അറുതി വരുത്തി. റോമക്കാരുടെ അധീനതയിലായിരുന്ന യർമൂക്ക് ഇസ്ലാമിക ഭരണകൂടത്തിനു കീഴിലാക്കി. ഖുർആൻ മനഃപ്പാഠമാക്കിയവർ ധാരാളമായി ഷഹീദായപ്പോൾ ഖുർആൻ ഒരു മുസഹഫിൽ ക്രോഡീകരിച്ച് സംരക്ഷിച്ചു. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ച് അമീറുമാരെ നിയമിച്ചു. ഇനി 4ാമത്തെ വർക്ക് കാണാം. നഖ്റഉ വ നൻസഖ്, വായിക്കുക, എഴുതുക. കാന അബൂബക്കർ റളിയല്ലാഹു അൻഹു നഹീഫൽ ജിസ്മി. അടുത്ത് കാന അബൂബക്കർ റളിയല്ലാഹു അൻഹു റജുലൻ അബിയദ്. കാന അബൂബക്കർ റളിയല്ലാഹു അൻഹു റജുലൻ ശുജാഅൻ. കാന അബൂബക്കർ റളിയല്ലാഹു അൻഹു റജുലൻ ഷദീദൽ ഹുബ്ബി ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട കൂട്ടുകാർ, വ്യക്തമായി വായിച്ച് വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.